വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന സിദ്ധാർത്ഥൻ. പ്രധാന വാർത്തകൾ. ചെറായി മംഗലപ്പിള്ളി തുണ്ടത്തിൽ മുത്തപ്പൻ 41 മഹോത്സവവും ഗുരുതിയും നടന്നു. അയ്യമ്പിള്ളി പാലത്തിൽ സിഗ്നൽ തെറ്റിച്ച് ബസ്സുകൾ ഇടയ്ക്കിടെയുണ്ടാക്കുന്ന ബ്ലോക്കും അപകട സാധ്യതയും കണക്കിലെടുത്ത് സിഐയുടെ നേതൃത്വത്തിൽ സ്പൈഡർ സംവിധാനം ശക്തമാക്കി. നായരമ്പലം ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ സൂപ്രണ്ട് ഡോക്ടർ ജയലക്ഷ്മി വൈപ്പിൻകരയിൽ ത്വക്ക് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും വർദ്ധിക്കുന്നതായി പറഞ്ഞു. കുഴുപ്പിള്ളി പാലത്തിന് സമീപം കാൽനടക്കാർക്ക് യാത്രാ സൗകര്യത്തിനായി താൽക്കാലിക പാലം നിർമ്മിക്കുമെന്ന് ശിവസേന. CPI സ്ഥാപക ദിനാചരണം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിള്ളി തിരുക്കുടുംബ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. പുതുവായ്പ ബീച്ച് ടൂറിസം മേളയോടനുബന്ധിച്ച് ബീച്ച് റേസ് നടന്നു. ചെറായി മംഗലപ്പിള്ളി തുണ്ടത്തി മുത്തപ്പൻ ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം, ഗുരുതി, സർപ്പദിന നൂറുംപാലും, അന്നദാനം, മുത്തപ്പൻ കളം, ഭഗവതി കളം, കലം വെപ്പ് എന്നിവ നടന്നു. പൗരാണികവും പവിത്രതയും ഒരുപോലെ സമ്മേളിക്കുന്ന സമ്പൂർണ്ണ ചൈതന്യത്തിന്റെ ദിവ്യ പരിവേഷം ഉൾക്കൊള്ളുന്ന മംഗലപ്പിള്ളി തുണ്ടത്തി ശ്രീബാലഭദ്ര ദേവിയെ വണങ്ങി സായുജ്യമണയുവാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. അയ്യമ്പിള്ളി പാലത്തിൽ പണി നടക്കുന്നതിനാൽ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയത് കൂടാതെ SP-യുടെ നേതൃത്വത്തിൽ സ്പൈഡർ സംവിധാനം ഇല്ലാത്ത സമയങ്ങളിൽ സിഗ്നൽ തെറ്റിക്കുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. ഇതുമൂലം കാൽനടക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വൻ ദുരന്തത്തിലേക്കുള്ള സാധ്യതയാണ് ഗോശ്രീ വിഷൻ ചാനൽ മുന്നിൽ കാണുന്നത്. ഗോശ്രീ വിഷൻ ഇന്നലെ കാണിച്ച ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ MLA നടപടി സ്വീകരിച്ചു. നായരമ്പലം ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ സൂപ്രണ്ട് ഡോക്ടർ ജയലക്ഷ്മി ഗോശ്രീ വിഷന് അനുവദിച്ച അഭിമുഖത്തിൽ നായരമ്പലം പ്രദേശവാസികളിൽ ത്വക്ക് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും കണ്ടുവരുന്നതായി പറഞ്ഞു. ആയുർവേദ ചികിത്സ എന്ന് വെച്ചാൽ നമുക്ക് രോഗനിവാരണം മാത്രമല്ല, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക, സ്വാസ്ഥ്യ സംരക്ഷണം, ഇതിനെല്ലാം പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്നുള്ളൊരു ഭാഗത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്കിവിടെ ഈ യോഗ അഭ്യാസം ആരംഭിക്കാമെന്ന് വിചാരിച്ചത്. അതിനുശേഷം കൈ ഫ്രണ്ടിലോട്ട് എടുത്തത് ശശാങ്കാസനിലോട്ട് വരിക. ശശാങ്കാസനം റാബിറ്റ് പോസ്റ്റ്.
അതിനുശേഷം പതുക്കെ എഴുന്നേറ്റു. വലത് കാല് ബാക്കിലോട്ട്. ബാക്കിലോട്ട്. പർവ്വതാസൻ. Exhale, Padahastasana. Inhale, Hridayasana. Exhale, Namaskarasana. നിർമ്മാണം നടക്കുന്ന കുഴിപ്പള്ളി പാലത്തിന് സമീപം കാൽനട യാത്രക്കാർക്കായി താൽക്കാലിക പാലം നിർമ്മിക്കാൻ തീരുമാനമായതായി എസ് ശർമ്മ MLA അറിയിച്ചു. നിർമ്മാണം പൂർത്തിയായ ആദ്യ പാലത്തിലെ വീതിക്കുറവ് മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരമായി ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് അധികൃതർക്ക് MLA നിർദ്ദേശം നൽകിയിരുന്നു. നിർമ്മാണം പൂർത്തിയായ പാലത്തിന് കിഴക്കുഭാഗത്ത് 3 അടി വീതിയിൽ നടപ്പാത നിർമ്മിക്കുന്നതിനുള്ള പണി വെള്ളിയാഴ്ച ആരംഭിക്കും. ഒരാഴ്ചയ്ക്കകം നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. കുഴിപ്പള്ളി പാലത്തിന് സമീപം കാൽനട യാത്രക്കാർക്ക് യാത്രാ സൗകര്യത്തിനായി താൽക്കാലിക പാലം നിർമ്മിക്കുമെന്ന് ശിവസേനയ്ക്കു വേണ്ടി ദേവൻ പറഞ്ഞു. വൈപ്പിനിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഇടുങ്ങിയ വൈപ്പിൻകരയിലെ പാലങ്ങളുടെ പുനർനിർമ്മാണങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഏകദേശം 10-12 പാലങ്ങളുടെ പണികൾ പാതി വഴിയിലും ചിലത് പൊളിച്ചിട്ട അവസ്ഥയിലും ചിലതൊക്കെ പൂർത്തിയായ അവസ്ഥയിലും അങ്ങനെ വിവിധ തലത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പല പാലങ്ങളും കിടക്കുകയാണ്. ഇത്രയും നാളായിട്ടും ഈ പാലത്തിൻ്റെ നിർമ്മാണം വളരെ ഇടുങ്ങിയ റോഡുകളാണ് വൈപ്പിൻകരയ്ക്കുള്ളത്. ആ ഇടുങ്ങിയ റോഡുകളിൽ തന്നെ ചെറിയ ചെറിയ പാലങ്ങൾ കൂടുതലായിട്ട് കിടന്നു വരും. സാധാരണ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ അല്ല വൈപ്പിൻകരയുടെ ഒരു പ്രത്യേകത, ഏറ്റവും ചെറിയ റോഡുകളാണ്. അപ്പോൾ അവിടെ ഈ പാലം പൊളിച്ചിട്ട ശേഷം പാലം പുനർനിർമ്മിക്കുന്ന സമയത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാൽനട യാത്രക്കാരുടെ യാത്ര പരിഹരിക്കുന്ന ഒരു കാര്യക്ഷമമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ അയ്യപ്പള്ളി പാലത്തിന് ഒരു ഉദാഹരണമാണ്. അയ്യപ്പള്ളി പാലം പൊളിച്ചു കളഞ്ഞപ്പോൾ ഒരു ബസ് കഷ്ടി കടന്നു പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ലോറി കഷ്ടിക്ക് കടന്നു പോകാൻ പറ്റുന്ന വീതി മാത്രമൊരു പാലം. അപ്പോൾ ആ പാലത്തിലേക്ക് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്, അവിടെ മറ്റേ സമാന്തര പാലം പൊളിച്ചു കളയുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടിയിരുന്നത് കാൽനട യാത്രക്കാർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കാനുള്ള പ്രാഥമിക കാര്യം ഉദ്യോഗസ്ഥർ നിറവേറ്റിയില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ധാരാളം കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകളും ജനങ്ങളും കാൽനട യാത്ര സുഗമമാക്കണം. അത് വേണ്ട പരിഗണന കൊടുക്കാതെയാണ് ഈ ഇടുങ്ങിയ പാലത്തിലൂടെ ഇപ്പോൾ ഒരു ബസ് മാത്രം കടത്തിവിടുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ശിവസേനയെ സംബന്ധിച്ച് ശിവസേന വളരെ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഒരു സമാന്തരമായിട്ട് നടപ്പാത നിർമ്മിക്കാൻ അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ തന്നെ നിർമ്മിച്ചോളാം. ശിവസേന എങ്ങനെ നിർമ്മിക്കുകയാണ്. സർക്കാരിന്റെ മിഷനറിയുടെ സമ്പത്തൊന്നും ചെലവഴിക്കണ്ട, ഞങ്ങൾ തന്നെ പണം സ്വരൂപിച്ച് അവിടെ ഒരു നടപ്പാത നിർമ്മിക്കണം, ആളുകൾക്ക് കാൽനട യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിനും പഞ്ചായത്ത് അധികൃതർക്കും PWDക്കും ഞങ്ങൾ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുകയാണ്. അനുമതി തന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ആ കാൽനട യാത്രക്കാർക്ക് നടക്കുന്നതിനുള്ള ഒരു തടി കൊണ്ടുള്ള പാലം, 2 തെങ്ങുകൾ ഇട്ടിട്ട് നടന്നു പോകാൻ, സുഗമമായിട്ട് നടന്നു പോകത്തക്ക രീതിയിൽ ആളുകൾ തോട്ടിലേക്ക് വീഴാതിരിക്കാനുള്ള ബാരിക്കേഡ് ഉൾപ്പെടെ നിർമ്മിച്ച് നൽകുന്നതിനുള്ള തീരുമാനം പാർട്ടി ഇന്ന് കൂടിയ കമ്മിറ്റി, വൈപ്പിൻ നിയോജകമണ്ഡലം കമ്മിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. CPI സ്ഥാപക ദിനാചരണം ജില്ലാ സെക്രട്ടറി P. രാജു ഉദ്ഘാടനം ചെയ്തു.
മുരുക്കമ്പാടം ബ്രാഞ്ച് വൈപ്പിൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ എന്നിവയുടെ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഡെനിസൺ കോമത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗങ്ങളായ മജ്നു കോമത്ത്, ഇസി ശിവദാസ്, NK ബാബു, PS ഷാജി, VK സബീഷ്, PM ശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. പെരുമ്പിള്ളി തിരുക്കുടുംബ ദേവാലയത്തിലെ മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൻ മാത്യു ഇലഞ്ഞിമറ്റം കൊടികയറ്റി. ഫാദർ രാജീവ് ജോസ് കൈനിക്കാട്ട് പ്രസംഗിച്ചു. കലാസന്ധ്യയും നടന്നു. ഇന്നു രാവിലെ പ്രസുതേന്തി തെരഞ്ഞെടുപ്പ്, വൈകിട്ട് തിരുനാൾ കുർബാന, രാത്രി കലാസന്ധ്യ, നാളെ വൈകിട്ട് പ്രസുതേന്തി വാഴ്ച. ഇടവകാംഗങ്ങളായ വൈദികരുടെ സമൂഹ കുർബാന നടക്കും. 31 വൈകിട്ട് 5 തിരുസ്വരൂപം എടുത്തുവയ്ക്കൽ. തിരുനാൾ ദിനമായ ജനുവരി 1 രാവിലെ 8 മുതൽ വാഹന വെഞ്ചരിപ്പ്. വൈകിട്ട് 5 പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നേതൃത്വം നൽകും. പുതുവൈപ്പ് ബീച്ച് ടൂറിസം മേളയോടനുബന്ധിച്ച് നടന്ന ബീച്ച് റേസിൽ അമൽ വർഗീസ് 1ാം സ്ഥാനം നേടി. ബാബു കല്ലൂർ 2ാം സ്ഥാനവും ലത്തീഫ് പട്ടാമ്പി 3ാം സ്ഥാനവും നേടി. സാംസ്കാരിക സമ്മേളനം KPCC സെക്രട്ടറി MB പോൾ ഉദ്ഘാടനം ചെയ്തു. മേള ചെയർമാൻ ബിജു പോണത്ത് അധ്യക്ഷത വഹിച്ചു. എളമണ്ണപ്പുഴ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KS രാധാകൃഷ്ണൻ, ജോസി P തോമസ്, സേവ്യർ തുണ്ടിപ്പറമ്പിൽ, ബിജു കണ്ണങ്ങനാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം സോന ജയരാജ്, കൈലാസൻ, നളിനി സുഗതൻ, BK ലാലൻ, KK ഉണ്ണികൃഷ്ണൻ, രസികല പ്രിയരാജ്, IS നിക്സൺ, ജോസി വൈപ്പിൻ, ഷെൽഡൻ ഇലഞ്ഞിക്കൽ എന്നിവർ പ്രസംഗിച്ചു. പള്ളിപ്പുറം അയക്കോട്ട റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്മസ് ആഘോഷവും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും നടത്തി. സെന്റ് മേരീസ് സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി നാടകകൃത്ത് AK പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സേവ്യ താണിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സിപ്പി പള്ളിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. മാനവസേന അവാർഡ് നേടിയ ബേബി പുഷ്കിനെ ഫാദർ ജോസഫ് ഒളാട്ടുപുറം ചടങ്ങിൽ ആദരിച്ചു. അലക്സ് താളൂപ്പാടത്ത്, മുനമ്പം SI G അരുൺ, അപ്പെക്സ് കൗൺസിൽ പ്രസിഡന്റ് KK അബ്ദുൾ റഹ്മാൻ, നിബിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട് എടവനക്കാട് വൈപ്പിൻകരയുടെ ഹൃദയഭാഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട് എടവനക്കാട്. ഡ്രസ് വർക്ക് ഇല്ലാത്ത റൂഫിംഗോ? യെസ്, ഡ്രസ് വർക്ക് ആവശ്യമില്ലാത്ത ഐ റൂഫിംഗ് ദായെത്തിയിരിക്കുന്നു. ഐ റൂഫിംഗ് എന്റർപ്രൈസസ് അവതരിപ്പിക്കുന്ന സാധാരണ റൂഫിംഗ് ഷീറ്റിനേക്കാൾ 2 ഇരട്ടി കനമുള്ള ഡ്രസ് വർക്ക് ആവശ്യമില്ലാത്ത ആർച്ചാകൃതിയിലുള്ള ഗാൽവാലിയം റൂഫിംഗ് ഷീറ്റും. മാതാ ജ്വല്ലറി, ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, ഞാറയ്ക്കൽ. വാർത്തകൾ തുടരുന്നു. പെരുമ്പിള്ളി ക്രിസ്മസ് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് KCYM-ന്റെ നേതൃത്വത്തിൽ പെരുമ്പിള്ളി ഇടവകയിലെ 80ഓളം കലാകാരന്മാർ ചേർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അവതരിപ്പിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എടവനക്കാട് 258-ാം നമ്പർ ശാഖയുടെയും മഹിളാ സംഘത്തിന്റെയും വാർഷികം സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് TR മധു ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി മഹേശ്വരി മണി, MN സുനിൽകുമാർ, MG ഹരി, MS രമേശൻ, K രാജേന്ദ്രൻ, വനജ സജീവ്, ഓമന സുരേഷ്, PK രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. S കാച്ചപ്പള്ളി രചിച്ച ദുരന്തങ്ങൾ നൽകുന്ന പാഠം എന്ന ലേഖന സമാഹാരത്തിന്റെ പ്രകാശനം ഡോക്ടർ K ഉസ്മാൻ നിർവഹിച്ചു. BS രവീന്ദ്രനാഥ് പ്രസംഗിച്ചു. തീരദേശ മാനവശക്തി വിഭവ വികസന കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. S ശർമ്മ MLA ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ, സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, S കൃഷ്ണൻ, KU വിജയൻ, AV ശരത് ചന്ദ്രൻ, ലതിക രവി എന്നിവർ പ്രസംഗിച്ചു. പുത്തൻകുരിശിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ നഷ്ടമായ സ്വർണവും പണവും വസ്ത്രങ്ങളും അടങ്ങിയ ബാഗ്
വൈപ്പിനിലെ മത്സ്യവ്യാപാരിയുടെയും ഇയാളുടെ തൊഴിലാളികളുടെയും സത്യസന്ധതയെ തുടർന്ന് ഉടമയായ യുവതിക്ക് തിരികെ ലഭിച്ചു. വൈപ്പിൻ ഫിഷ് മർച്ചന്റ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി KK റഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യ ലോറിയിലെ ജീവനക്കാരനായ തെക്കൻ മാലിപ്പുറം സ്വദേശി ഷാജി, പറവൂർ കുഞ്ഞുമോൻ എന്നിവർക്ക് പുലർച്ചെ കോലഞ്ചേരിക്കും തിരുവാങ്കുളത്തിനുമിടയിൽ റോഡിൽ കിടന്നാണ് ബാഗ് ലഭിച്ചത്. മൂവാറ്റുപുഴയിൽ മത്സ്യവിൽപ്പനയും കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇരുവരും. കൃഷിഭവനിൽ കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ പച്ചക്കറി തൈകൾ വിതരണം തുടങ്ങി. കേരഗ്രാമം പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടണം. ഡിസംബർ 29 ചരിത്ര പ്രാധാന്യങ്ങൾ. 1891 തോമസ് ആൽവ എഡിസൺ റേഡിയോയുടെ പേറ്റന്റ് എടുത്തു. 1911 സൺയാറ്റ് സെൻ ചൈനയുടെ ആദ്യ പ്രസിഡന്റായി. 1930 മുഹമ്മദ് ഇക്ബാൽ ഒരു പ്രസംഗത്തിനിടയിൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും രണ്ടായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ചു. സ്വർണവില പവന് 21,040, ഗ്രാമിന് 2,630 രൂപ. വാർത്തകൾ ചുരുക്കത്തിൽ. ചെറായി, മംഗലപ്പിള്ളി, തുണ്ടത്തി മുത്തപ്പൻ 41 മഹോത്സവവും ഗുരുതിയും നടന്നു. അയ്യമ്പിള്ളി പാലത്തിൽ സിഗ്നൽ തെറ്റിച്ച് ബസ്സുകൾ ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന ബ്ലോക്കും അപകട സാധ്യതയും കണക്കിലെടുത്ത് CIയുടെ നേതൃത്വത്തിൽ സ്പൈഡർ സംവിധാനം ശക്തമാക്കി. നായരമ്പലം ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ സൂപ്രണ്ട് ഡോക്ടർ ജയലക്ഷ്മി വൈപ്പിൻകരയിൽ ത്വക്ക് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും വർദ്ധിക്കുന്നതായി പറഞ്ഞു. കുഴുപ്പിള്ളി പാലത്തിന് സമീപം കാൽനട യാത്രക്കാർക്ക് യാത്രാ സൗകര്യത്തിനായി താൽക്കാലിക പാലം നിർമ്മിക്കുമെന്ന് ശിവസേന. CPI സ്ഥാപക ദിനാചരണം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിള്ളി തിരുക്കുടുംബ ദേവാലയത്തിൽ തിരുനാളിന് കൊടികയറി. പുതുവൈപ്പ് ബീച്ച് ടൂറിസം മേളയോടനുബന്ധിച്ച് ബീച്ച് റേസ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.